ഒരു നടനെ താരമാക്കുന്നത് നിലയ്ക്കാത്ത കരഘോഷങ്ങളാണ്, ആർപ്പുവിളികളാണ്. വെള്ളിത്തിരയിൽ ആ മുഖം തെളിയുമ്പോൾ ഉയരുന്ന ആവേശത്തിരകളാണ്. താരങ്ങളെ നാം അറിയും, പക്ഷേ തളരാത്ത കൈകളും ഇടറാത്ത ശബ്ദവും പതരാത്ത ചുവടുകളുമായി ഒരു നടനെ താരമാക്കുന്നവരെ നാം അറിയില്ല. അവരുടെ പേരറിയില്ല, ഊരറിയില്ല, ജീവിതമറിയില്ല. അങ്ങനെ തിരിച്ചറിയപ്പെടാത്ത ഒരു സമൂഹം, ആരാധകർ. ഈ തിരുവനന്തപുരത്ത് അല്ല, നമ്മുടെ കേരളത്തിൽ ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. ഞാനിതൊന്ന് പറഞ്ഞോട്ടടേ. സോറി കേട്ടോ, ഒന്നുകൂടെ പറയാം. ഈ തിരുവനന്തപുരത്ത് ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഉണ്ട്. ഈ വിജയ്ക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ചാവാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു സെറ്റ് പിള്ളേര് തന്നെ ഉണ്ടെന്ന്. അതിൽ എനിക്കറിയാവുന്ന കുറച്ച് പിള്ളേരുണ്ട്. ജെന്നി വിജയുടെ ഒരു ആരാധികയാണ്. എന്തെങ്കിലും വിജയനെ ഒന്ന് നേരിട്ട് കാണണം, കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, പറ്റിയാൽ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത്തരം ലൈറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് ജെന്നിക്കുള്ളത്. ഈ 2ാം ക്ലാസ്സുകാരി എങ്ങനെ വിജയ് ഫാനായി എന്ന് ചോദിച്ചാൽ, ജെന്നി ഇഷ്ടപ്പെടുന്നവരും ജെന്നിയെ ഇഷ്ടപ്പെടുന്നവരുമെല്ലാം വിജയ് ഫാൻസാണ്. അതിലൊരു ഫാനാണ് അവളുടെ അപ്പ, ലവ് ടുഡേ. നമസ്കാരം, ഞാൻ ലവ് ടുഡേ ഗണേശൻ, വിജയണ്ണൻ്റെ കട്ട ഫാനാണ്. നമ്മുടെ ഷാജഹാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ലവ് ചിഹ്നത്തിലെ വലിയൊരു വിജയണ്ണൻ്റെ കട്ടൗട്ട് ഞാൻ ഇവിടെ തിയേറ്ററിനോടെ കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഫാൻസുകാർക്കിടയിൽ എനിക്ക് കുറച്ച് വിലയൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ അവരുടെ പേരാണ് ലവ് ടുഡേ ഗണേശൻ. ഒരു മിനിറ്റ്, വെള്ളം നിറഞ്ഞു, 1 മിനിറ്റ്. ഒരു സെക്കൻഡ് പിടി അങ്ങോട്ട്, ഇത് പിടി. അവിടെ നമുക്ക് പരിചയപ്പെടുത്തിട്ട്, ഇതെൻ്റെ ഭാര്യ ജയമോള്, ഹൗസ് വൈഫാണ്. ആ, നീ ഇതുണ്ടാകത്തുണ്ട്. ഞാനൊക്കെ നമ്മളെ കുടുംബക്കാരെ സംസാരിച്ചിട്ട് എവിടെ ഒരു കട്ടൻ ചെയ്യരുത്. ആ, ഹാരം. അപ്പോൾ ഖുഷി സിനിമയിലെ ജ്യോതി ചേച്ചിയുടെ പേരാണ് നമ്മുടെ സ്വന്തം മോക്കിട്ടിരിക്കുന്നത്, ജെനിഫർ. അപ്പം ഞാൻ പറഞ്ഞു ഏകദേശം മനസ്സിലാക്കണമല്ലോ വിജയനും ഞാൻ നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ വിജയ് സാറിൻ്റെ ചങ്കാണ്. ബിജു, സോറി സർനെയിം മിസ്സായി, ഹനുമാൻ ബിജു. ഈ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, വിജയുടെ ബോഡി ഗാർഡാകുക. ഇളയ തളപതി വിജയനഗർ രസികർ മണ്ഡലത്തിൽ വിജയണ്ണനുമായിട്ട് ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിജയണ്ണനുമായി ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ ഫാൻസ് ഫോട്ടോഷൂട്ട് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോഷൂട്ട് ഒരു സംഭവമായിരുന്നു. വിജയണ്ണന്റെ ബോഡി ഗാർഡുമാരും നമ്മളെ വിജയണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ എറിയോ? ആ, എറിയും. അപ്പം നമ്മൾ എങ്ങനെ പോയി വീഴുന്നോ അങ്ങനത്തെ ഫോട്ടോയെ കിട്ടത്തുള്ളൂ. എൻ്റെ ഫോട്ടോ ദാ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ വിജയണ്ണനെ ഒരു 15 സെക്കൻഡ് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി. എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി. പക്ഷെ ആ ഫോട്ടോ പോയി. ദൈവമേ, വിജയണ്ണനെ പോലെ ആരോഗ്യവും സൗന്ദര്യവും പൊക്കം എനിക്ക് തരണേ കൃഷ്ണ, രക്ഷിക്കണേ. ചിട്ടി പൈസ എന്തോ ചെയ്തടാ? അമ്മ പിന്നെ കിടന്നുരുളാത്ത കാര്യം പറ ബിജു. ചെന്നൈ പോയമ്മ. എന്താത്തന്? വിജയണ്ണനായിട്ട് ഫോട്ടോ എടുക്കാൻ. അമ്മ കണ്ടോ, ഞാൻ വിജയണ്ണനായിട്ട് നല്ല കളർ ഫോട്ടോ എടുത്തത്. നല്ല അടിപൊളി ഫോട്ടോ. പൈസ കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് അവന്റെ ഒരു. എന്നിട്ട് അമ്മ അമ്മയല്ലേ, അമ്മയായതുകൊണ്ട് ഞാൻ കൊന്നില്ല. ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ആ ഫോട്ടോ ഒരു ഫോട്ടോഷോപ്പാണെന്നാ. എങ്ങനെയെങ്കിലും വിജയണ്ണൻ്റെ കൂടെ മര്യാദയ്ക്കൊരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ബോഡി ഗാർഡ് ആണം. അതാണ് എൻ്റെ സ്വപ്നം.
വണക്കം നண்பர்களே. കേരളത്തിൽ വിജയ് സാറിന് ഒരൊറ്റ ഫാൻസ് യൂണിറ്റ് മതി. അത് ഭീമാപള്ളി ഗില്ലി യൂണിറ്റ്. അതിന്റെ തലപ്പത്ത് ഈ ഭീമാപള്ളി നൗഷാദ്. ഇളയ തലപതി വിജയനഗർ യൂണിറ്റ് 10 ഫ്ലക്സ് അടിച്ചാൽ നൗഷാദ് 20 ഫ്ലക്സ് അടിക്കും. അവന്മാർ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഡബിൾ നമ്മൾ ഭീമാപള്ളി ഗില്ലി യൂണിറ്റ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നൗഷാദിനെയാണ്. നേരിട്ട് കണ്ടാൽ നൗഷാദ് എന്ന് വിളിച്ച് തോളിലിട്ട് തട്ടുതട്ടി റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കീങ്ക തമ്പി എന്ന് ചോദിക്കുന്നു നൗഷാദിനോടാണ്. അറിയാം. നിങ്ങൾക്കറിയാമെങ്കിലും നൗഷാദ് അത് പറയും. ക്രയോജനിക് സാങ്കേതിക വിദ്യയിലെ വിദഗ്ധനും ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ സീതാരാമൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവ് ചേരുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതമായിരുന്നു സാറിൻ്റെത്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി എന്താണ് സാറിന്റെ പ്ലാൻ? 40 വർഷത്തോളം ഞാൻ ISROയിൽ സേവനമനുഷ്ഠിച്ചു. ക്രയോജനിക് മേധാവിയായി ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി ഒരു പുതിയ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. എവിടെ അവൻ? ബിജു. എക്സ്ക്യൂസ് മീ, ബോഡി ഗാർഡ് ബിജു. ഇവൻ ബിജു, ഹനുമാൻ ബിജു. ഇവന്റെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇളയ ദളപതി വിജയനഗർ യൂണിറ്റിന്റെ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുക്കുകയാണ്. പിന്നെ റിട്ടയർമെന്റ് എന്ന ഡേറ്റ് ഓഫ് ബർത്തിലല്ലേ ഇവരെല്ലാം വിജയ് ആരാധകരാണ്. പക്ഷേ ഒരു കടുത്ത ആരാധകരുണ്ട്. வந்திருக்கிற இடம் சூப்பர். பட்டே கலப்பலாம். நீ அடிச்சா பீஸ், நான் அடிச்சா மாஸ். അതെ, ഈ പടം ഇറങ്ങിയിട്ട് 10 വർഷമായി. ഇപ്പോഴും അമ്മ ആവേശം കണ്ടു. വട്ട് അല്ലാതെ എന്തോ പറയാനല്ലേ ഇടി വാങ്ങിക്കും. பக்கத்துல கிளரின்னு ஒரு பொண்ணு இருக்கு. கிளரியா? கௌரியத்தான் கிளறிங்க. அழகா இருந்தா லவ் பண்ணிருவியா? നൗഷാദ് നൗഷാദ് நீ ஒரு ഊത്തി നിർത്താൻ പറഞ്ഞു. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാ. தம்பி ഊത്ത് നിർത്തണം. ഡയലോഗ് ഒന്നും കേൾക്കാൻ വയ്യ. ആകെ ഡിസ്റ്റർബൻസ് ആണ്. കേരളത്തിലെ വിജയ് സാറിന്റെ ഏറ്റവും വലിയ ഫാനായ നൗഷാദിന്റെ ഊത്ത് നിർത്താൻ മാത്രം വളർന്നോടാ നീ പോക്രി സൈമ. നൗഷാദ് കിട്ടി ഒരു വാട്ടി വാങ്ങിട്ടേനാ ഇങ്ങ ഇല്ല இந்த ജില്ലാവില ഇറക്ക മാട്ടാ. ഇക്ക തടഞ്ഞല്ല, ഈ സാധനം ഊതി ആകെ അലമ്പാണ്. യവന്മാരിവിടെ അലമ്പുണ്ടാക്കുകയാണ്. നോക്കാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. ഡിയർ ഫാൻസ്, നമുക്ക് പോക്കിരുടെ 10ാം വർഷം എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കണം.